തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രചാരണം ശക്തമാക്കുകയാണ് UDF. ശാസ്തമംഗലം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന സർലാദേവിക്ക് വോട്ട് തേടി മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥനെത്തി. തൊട്ടടുത്ത കവടിയാർ വാർഡിൽ നിന്നാണ് KS ശബരിനാഥൻ ജനവിധി തേടുന്നത്. റിനു ശ്രീധർ തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നൊരിടമാണ് തിരുവനന്തപുരം നഗരസഭ. തിരുവനന്തപുരം നഗരസഭയിലെ ശാസ്തമംഗലം വാർഡിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം കവടിയാർ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശബരിനാഥ് മുൻ MLA കൂടി ഉണ്ട്. ശാസ്തമംഗലം വാർഡിലെ ജനപ്രതിനിധിക്ക് വേണ്ടി വോട്ട് തേടി ഇറങ്ങിയതാണ്. എന്തായാലും ഈ MLA എന്നുള്ള ഒരു പദവിയിൽ നിന്ന് വിട്ട് ഇപ്പോൾ നഗരസഭയിലേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു അതിനെ? വളരെ നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. ഞാനും കാണുന്നത് ഞാനോട് ഉൾപ്പെടെ എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ ഇന്ന് ഞാൻ സ്വന്തമായി താമസിക്കുന്ന ശാസ്തമംഗലം വാർഡിൽ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ സർദാർ റാണിക്ക് വേണ്ടി രാവിലെ ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് കവടിയാറിലേക്ക് പോവുക, കുറച്ച് മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഈ അരുവിക്കരയിൽ നിന്ന് പൂർണ്ണമായി വിടുകയാണോ? അവിടുത്തെ ഒരു ഇലക്ഷൻ്റെ കാര്യങ്ങളും ചർച്ചകളും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ തിരുവനന്തപുരം നമ്മളോട് കോൺടാക്റ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. ബാക്കി ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കാൻ കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചില മീറ്റിങ്ങുകളൊക്കെ ഇന്നുണ്ട്. ഈ കവടിയാർ വാർഡിൽ എന്നു മുതലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നത്? അല്ല, ഇന്നലെ നമ്മൾ രാവിലെ ഇതേ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 3 മണിക്കൂർ ആ പൈപ്പ് മൂട് ഭാഗമൊക്കെ നന്നായിട്ട് കയറി. ഇനി നാളെ കയറി എല്ലാ ദിവസവും രാവിലെ കവടിയാർ വാർഡിൽ എല്ലാ വീടുകൾ സന്ദർശിക്കുകയാണ്. മറ്റൊരു കാര്യം ചോദിക്കേണ്ടത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നഗരസഭയിൽ കൗൺസിലറായി എത്തിക്കഴിഞ്ഞാൽ അരുവിക്കരയിൽ ഇനിയിപ്പോൾ 1 വർഷത്തിനകത്ത് ആ തെരഞ്ഞെടുപ്പ് വരും. തിരികെ അങ്ങോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടോ? പാർട്ടി എന്നെ തന്നിരിക്കുന്ന ഉത്തരവാദിത്തം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുക, അതിൽ UDFൻ്റെ പാനലിലെ ഒരു പ്രധാനപ്പെട്ട മുഖമായി പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അതിന് വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാകുന്നുണ്ട്. നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും രണ്ടുപേർക്കും വിജയാശംസകൾ നേരുകയാണ്. തിരുവനന്തപുരത്ത് ശക്തിയായിട്ടുള്ള പോരാട്ടം നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ് ശാസ്തമംഗലം. ശാസ്തമംഗലം വാർഡിലെ ജനപ്രതിനിധിക്ക് വേണ്ടിയാണ് ശബരിനാഥൻ ഇന്നിപ്പോൾ വോട്ട് തേടി ഇറങ്ങിയിരിക്കുന്നത്. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.